ധനമന്ത്രി നിയമസഭയിൽ മറുപടി പറയുകയാണ്. അതിലേക്ക് ഇതിനെ സംബന്ധിച്ച് നമ്മളൊരു സമീപനം എടുക്കണം, അത് ശക്തിപ്പെടുത്തണം. അതോടൊപ്പം കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ എങ്ങനെയാണ് പുതിയ കാര്യങ്ങൾ ചെയ്യുക? സാർ, വിഴിഞ്ഞത്തെ ഏകദേശം 70 കിലോമീറ്റർ നീളം വരുന്ന ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോറാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അത് സാധാരണ ഒരു റോഡല്ല, അതിനേക്കാളും കൂടുതൽ വിസ്താരത്തിൽ 70 മീറ്ററിലധികം വരുന്ന റോഡാണ്. രണ്ട് സൈഡിലും ഇൻഡസ്ട്രിയൽ. ഈ വലിയ പോർട്ടുകളുടെ പ്രത്യേകത നമുക്കറിയാം. വലിയ വലിയ പോർട്ടുകൾ സിംഗപ്പൂരായാലും ദുബായ് ആയാലും ഷാങ്ഹായ് ആയാലും ലോകത്തെ വലിയ പോർട്ടുകളുടെ ചുറ്റുമാണ് ലോകത്തൊന്നും വലിയ നഗരങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിർമ്മിക്കാനും കൂടുതൽ മറ്റ് അതുമായി ആക്ടിവിറ്റി വരാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലത്ത് പുതിയ ഡെവലപ്മെൻറ്റ് വരണം. ഈ റോഡ് വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല സാർ. അവിടെ സർക്കാരിൻ്റെ പാർക്കുകൾ വരും. ഞങ്ങളൊരു പുതിയ കാഴ്ചപ്പാട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് പ്രൈവറ്റ് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും, പ്രൈവറ്റ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ലാൻഡ് പൂളിംഗ് അടക്കം ഈ വസ്തുവിൻ്റെ ഉടമസ്ഥന്മാർക്ക് ആ വിലയുടെ നല്ല ഗുണം കിട്ടും സാർ. ടെക്നോ പാർക്കിൻ്റെ ഡെവലപ്മെൻറ്റ് ഘട്ടത്തിലൊക്കെ നമ്മളൊക്കെ വിദ്യാർത്ഥികളായിരുന്ന സമയം തൊട്ടാ 1000 രൂപയ്ക്ക് പോലും അവിടെ സ്ഥലം കിട്ടുമായിരുന്നു, ഒരു സെൻറ്റ്. ഇന്ന് എത്ര വരും? ഈ ടെക്നോ പാർക്കിൻ്റെ അടുത്തൊന്ന് നോക്കിയാൽ മതി, വലിയ തോതിൽ വില വർധന വരും. അപ്പോൾ ഇത് സാധാരണക്കാർക്ക് ഗുണം കിട്ടുന്ന തരത്തിലേക്ക് ലാൻഡ് പൂളിംഗ്, അതിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള PPP തുടങ്ങിയ പദ്ധതികൾ വഴി വലിയ തോതിൽ വികസനം ആ മേഖലയെ കൊണ്ടുവരും. അവിടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭാവി ജോലി കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ സാധ്യതകൾ വരുന്ന സ്ഥലമാണ്. വിഴിഞ്ഞത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് സാർ. അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അത് കേരളത്തിൻ്റെ ഭാവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരിക്കും വിഴിഞ്ഞം പദ്ധതി. അതിനുള്ള പരിപാടികൾ ഇത് വെച്ചിട്ടുണ്ട് സാർ. അതുപോലെ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ഹമീദ് MLA അദ്ദേഹം പറഞ്ഞു കോപ്പറേറ്റീവ് സെക്ടറിനെ മറ്റൊക്കെ എങ്ങനെ ഉപയോഗിക്കാം സാർ. കോപ്പറേറ്റീവ് സെക്ടറിൽ 2.5 ലക്ഷം കോടി നമുക്കുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിലൊരു പുതിയ പ്രശ്നം വന്നിട്ടുണ്ട്. നേരത്തെ വില്ലേജ് തലത്തിൽ പഞ്ചായത്തിലുള്ളവരുടെ കോപ്പറേറ്റീവ് ഇല്ലായിരുന്നു. ആകെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ മൾട്ടി സ്റ്റേറ്റേ ഉള്ളായിരുന്നു. ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും കോപ്പറേറ്റീവ് വരാൻ ശ്രമിക്കുന്നു. നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിനെ തകർക്കാനുള്ള നിയമമാണ് സാർ. അങ്ങനെ വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം പോകണം. നമ്മുടെ ഈ നിക്ഷേപമുള്ളത് അവിടെ ഡെഡ് മണിയായിട്ട് കിടന്നിട്ടില്ല. പലപ്പോഴും സംസ്ഥാന സർക്കാരിനൊക്കെ പലപ്പോഴും അതിൻ്റെ ട്രഷറിയിലൊക്കെ അവർ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. എന്നാലും ധാരാളം പണമുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ PPP റോഡുകളാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവരുന്നതൊക്കെ. നമ്മുടെ പല കാര്യങ്ങളിലും നന്നായിട്ട് റിട്ടേൺ കിട്ടുന്ന പദ്ധതികൾക്ക് സഹകരണ മേഖലയുടെയും സർക്കാരിൻ്റെയും സംയുക്തമായിട്ടുള്ള പദ്ധതികൾ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതി തയ്യാറാക്കും. അതിനുവേണ്ടി അതും ഉപയോഗിക്കാം. ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ബഹുമാനപ്പെട്ട മെമ്പറോട് സംസാരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു സബ്മിഷന് മറുപടി പറഞ്ഞുകൊണ്ട് പറഞ്ഞു നമുക്ക് അത്തരം കോപ്പറേറ്റീവ് മേഖലയും മറ്റു മേഖലയും ഉപയോഗിച്ചിട്ട് വലിയ വികസന കാര്യങ്ങളാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ കേരളത്തിൻ്റെ ഹെൽത്ത് സെക്ടർ ഏറ്റവും ശ്രദ്ധേയമായതാണ്. അതിന് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ഇന്ത്യക്കകത്തേക്ക്, ലോകത്തുനിന്നെല്ലാം ഇന്ത്യക്കകത്തേക്ക് ചികിത്സയ്ക്ക് ആളെത്തിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. 30 കോടി രൂപ അതിന് പ്രാഥമികമായ പ്രവർത്തനങ്ങൾ വെച്ചിട്ടുണ്ട്. ലോകോത്തരമായിട്ടുള്ള ആശുപത്രികൾ, അത്തരം പല സംവിധാനങ്ങളുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ മേഖല എടുത്താലും സാർ, ഓരോ മേഖലയെ സംബന്ധിച്ചും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ കാര്യം വെച്ചു. അതൊന്നും കണ്ടിട്ടേ ഇല്ല. കാരണം ആകെ ശ്രദ്ധ 1 രൂപ കുറയ്ക്കും എന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനകത്ത് കേന്ദ്രീകരിച്ച് അങ്ങ് സമരം ചെയ്യാൻ പോയാൽ ഇതാരാ ചർച്ച ചെയ്യുക സാർ? ഇത് ചർച്ച ചെയ്യേണ്ടതല്ലേ സാർ? ഇത്തരം പ്രശ്നങ്ങൾ കേരളത്തിൽ ഇത്രയും സാധ്യതകളുണ്ട്. കേരളത്തിനകത്ത് നിർദ്ദേശങ്ങൾ കൂടി വെച്ചല്ലേ ഒരു ബഡ്ജറ്റ് പൂർത്തീകരിക്കേണ്ടത് സാർ? കേരളത്തിനകത്ത് ചെറിയ പ്രദേശങ്ങളിലേക്കുള്ള എയർപോർട്ടുകൾ, മേക്ക് ഇൻ കേരള എന്ന് പറയുന്നതിന് കൂട്ട് തന്നെ വർക്ക് നിയർ ഹോമിൻ്റെ ഭാഗമായിട്ട് 1 ലക്ഷം സീറ്റുകളെങ്കിലും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇവിടെ ചില കേന്ദ്രങ്ങൾ പറഞ്ഞല്ലോ, നോളജ് ഹബിൻ്റെ കാര്യമൊക്കെ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ റാന്നി എന്നൊക്കെ റാന്നി MLA ചർച്ച ചെയ്യുമ്പോൾ സാർ, ഓരോ പ്രദേശത്തും 1 ലക്ഷം രൂപ വെച്ച ഒരു സീറ്റിനാവും. ഒരു 100-200 സീറ്റൊക്കെ ഉള്ള സെൻറ്ററുകളാവാം. അതിന് വെറുതെ പണം കൊടുത്ത് കെട്ടിടം കെട്ടിയിട്ട് കാര്യമില്ല. അതിന് നമ്മൾ സ്കീം ഉണ്ടാക്കും. അവിടെ ആളുകൾ ജോലിക്ക് വരുന്ന മുറയ്ക്ക് ഈ കിഫ്ബിയുടെയും കൂടെ സഹായത്തോടു കൂടി ആ പണം കൊടുക്കും. പലിശ സഹിതം തിരിച്ചടക്കേണ്ടതാണ്. ഡെവലപ്പ് ചെയ്യുമ്പോൾ 7-8 വർഷം കൊണ്ട് സാധാരണ റിട്ടേൺ കിട്ടും. അങ്ങനെ പരിപാടികൾ ഇതിനകത്ത് ആലോചിച്ചിട്ടുണ്ട് സാർ. ഇതുപോലെ വിവിധ കാര്യങ്ങൾ, വെസ്റ്റ് കോസ്റ്റ് കനാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന് ഭൂമി എടുക്കാനും അതിൻ്റെ സൈഡിൽ ഡെവലപ്പ് ചെയ്യാൻ, ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കുറേയേറെ കാര്യങ്ങൾ, അതിൻ്റെ കോറിഡോറുകൾ പറഞ്ഞിട്ടുണ്ട് സാർ. ഇതേപോലെ കുറേ കാര്യങ്ങൾ വെറുതെ ഒരു സ്വപ്നത്തിന് പറഞ്ഞാൽ സാർ, ഹൈഡ്രജൻ ഹബ്ബ് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ പ്രത്യേകത, ഗ്രീൻ ഹൈഡ്രജൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥലമാണ് സാർ. ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ സോളാർ പവർ കൊണ്ട് ഈ വെള്ളത്തിന്, നല്ല വെള്ളം കിട്ടുന്നതിന് വിഘടിപ്പിച്ച് ഹൈഡ്രജൻ അതിൻ്റെ പ്രോസസ്സാണ്. ടെക്നോളജി പുതിയ ടെക്നോളജിയാണ്. കേരളത്തിൻ്റെ പ്രത്യേകത ഇഷ്ടംപോലെ വെയിലുണ്ട്, നല്ല ശുദ്ധമായ വെള്ളമുണ്ട്. അതിന് രണ്ടും ഉപയോഗിക്കാവുന്ന ഇത്രയും നല്ല സ്ഥലങ്ങളില്ല. ഇപ്പോൾ ഒരു മരുഭൂമിയിൽ പോയിട്ട് ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടാക്കാൻ പറ്റില്ല സാർ. അപ്പോൾ അങ്ങനെ പറ്റുന്ന കേരളത്തിൽ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് ഇപ്പോൾ തന്നെ ഇന്ത്യ ഗവൺമെൻറ് ഇതിനകത്ത് കുറേയേറെ ഇനിഷ്യേറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇക്കാര്യത്തിനകത്ത് ആദ്യം തന്നെ ശ്രമിക്കുന്നു. ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ്, അതിൻ്റെ ഭാഗമായിട്ട് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനുള്ള എല്ലാ അനുവാദവും നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക. അതിൻ്റെ ഭാഗമായിട്ടാണ് 200 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വർഷം തന്നെ അതിന് പണം മാറ്റിവെക്കുന്നത് സാർ. അതുപോലെ തന്നെയാണ് പുതിയ തരത്തിലുള്ള ന്യൂ എനർജി പാർക്ക് എന്ന് പറഞ്ഞാൽ പലതരം എനർജി ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല. EVs ഉണ്ട്, ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ
നമ്മൾ പണ്ട് വിചാരിച്ച പോലുള്ള കാറ്റാടി, പങ്കയിൽ നിന്നുള്ള കറണ്ട്, സോളാർ, അതൊക്കെ കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനുള്ള ഒരു പ്രത്യേക പാർക്ക് തുടങ്ങുന്നതിനുള്ള പണം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പുതിയ ഒരു ലക്ഷ്യത്തോടു കൂടി വെക്കുന്ന കാര്യമാണ് സാർ. ഇതേപോലെ പരിസ്ഥിതി കാര്യങ്ങളിൽ കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ ഇനിഷ്യേറ്റീവ് ഉണ്ട് സാർ. അപ്പോൾ അത്തരം കാര്യങ്ങൾ, ഇപ്പം മെൻസ്ട്രൽ കപ്പ് സാർ, ഒരു ക്യാമ്പയിൻ ഒരു 10 കോടി രൂപയേ ഉള്ളൂ. നമ്മുടെ വനിതാ MLA തന്നെയാണ് ഇത്തരം നിർദ്ദേശങ്ങൾ ചിലത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ രംഗത്തെ, ആരോഗ്യ രംഗത്തെ പ്രവർത്തനം വന്നിരുന്നു. നമ്മുടെ ദലീമ MLA തന്നെ വീണ്ടും ഒരു നോട്ട് തന്നു. അതുകൊണ്ട് അവരെയും അഭിനന്ദിക്കുകയാണ് അത്ര ഒരു നോട്ട് തന്നതിന്. അത് വെച്ചിട്ട് സാർ 10,000 കിലോയുടെ അല്ല, കഴിഞ്ഞ വർഷം തന്നെ ഈ വർഷം ഇത് വന്നതാണ്. ഒരു ഗവൺമെൻറ് നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ സിസ്റ്റം അനുസരിച്ച് നടപ്പിലാക്കണം. അത് വന്നു കഴിഞ്ഞാൽ 10,000 ടണ്ണിൻ്റെ വേസ്റ്റ്, ഈ നാപ്കിൻ പാഡിന് അത് ഭൂമിയിൽ അലിഞ്ഞു പോകുന്നതല്ല, അത് മാറ്റാൻ കഴിയും എന്ന നിലയിലാണ് വളരെ നന്നായിട്ട് അത്തരമൊരു കാര്യം കൊണ്ടുവരുന്നത്. അതൊക്കെ നമ്മുടെ ഈ ബഡ്ജറ്റിനകത്തെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങളാണ് സാർ. അത്തരം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ സാർ, ഞാനിവിടെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാനിവിടെ പറഞ്ഞ KSRTCയുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ MLA ഫണ്ട്, നല്ല കാര്യം ആരെങ്കിലും ചെയ്താൽ വല്ലപ്പോഴും നല്ല കാര്യം ചെയ്യുമ്പോൾ ചിലത് ചെയ്യുമ്പോൾ നമുക്ക് അഭിനന്ദിക്കണമല്ലോ. അപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിൽ അദ്ദേഹം, ഞാൻ ഈ നിർമ്മാണ പ്രക്രിയ പ്രീഫാബ് ടെക്നോളജി ഉപയോഗിച്ചൊരു ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ ഞാനവിടെ പോയിരുന്നു. അവിടുത്തെ നിർമ്മാണത്തിന് 1,500 രൂപ താഴെ സ്ക്വയർ ഫീറ്റിനായിട്ടുള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഹൗസിൽ ഇത് പറയുന്നത് സാർ? പലപ്പോഴും നിർമ്മാണത്തിന് വലിയ ചിലവാണ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കോട്ടേഴ്സിൻ്റെ പുതിയ ബിൽഡിങ്ങിന് നിർമ്മാണം, കോസ്റ്റ് വളരെ കൂടുതൽ വരുന്ന നിർമ്മാണ രീതികൾ വരുന്നു. എന്നാൽ ചിലവ് കുറഞ്ഞ ധാരാളം നിർമ്മാണ രീതികളുണ്ട്. ആ നിർമ്മാണ രീതിയുടെ ഭാഗമായിട്ട് അവിടെ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചതിന് ശരിക്കും ഒരു നിലവിലുള്ള ബസ് സ്റ്റാൻഡിൻ്റെ പ്രധാന ബിൽഡിംഗ് നിർമ്മിക്കാൻ കഴിയും. സാധാരണ കോസ്റ്റ് ആണെങ്കിൽ അത് 2-2.5 കോടിയാവും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ചിലവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്ന പോലെ ഒരു കാർ ആരെങ്കിലും മേടിച്ചു, വിദേശത്ത് ഒരു 10 പേര് പോയി, അതൊന്നും അല്ല സാർ ചിലവ് ചുരുക്കലിൻ്റെ കാര്യം. അതൊക്കെ നമുക്ക് രാഷ്ട്രീയ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ രാഷ്ട്രീയ പ്രചരണത്തിന് നടത്താം സാർ. നമുക്ക് ഈ നാട്ടിനകത്ത്, ഞാൻ കൊല്ലത്തെ ഒരു അനുഭവം പറയാം. ഒരു കോടതി ബിൽഡിങ്ങിൻ്റെ ഇനിഷ്യൽ റിപ്പോർട്ട് വന്നത് 147 കോടിയാണ്. ഞാൻ PWD മിനിസ്റ്ററോട് പറഞ്ഞു, അതിന് അത്രയും ചിലവ് വേണ്ട, രണ്ടാമത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 70 കോടിയിലേക്ക് എത്തിക്കാമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഡിസൈൻ ആകെ മോശം, ഓവർ ഡിസൈനാണ്, പലപ്പോഴും ഓവർ ഡിസൈനാണ്. സാധനമൊന്നും ഉപയോഗിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്. പക്ഷേ നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ, കേരളത്തിന് പറ്റുന്ന ഡിസൈൻ, പുതിയ മെറ്റീരിയൽസ്. ഈ ഹൗസിൽ ഇത് പറയുന്നത് നമ്മുടെ കേരള ഗവൺമെൻറ് കാഴ്ചപ്പാട് ചെലവ് കുറയ്ക്കുന്നത് പ്രായോഗികവും ശാസ്ത്രീയവുമായ കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് ഈ KSRTCയുടെ കോട്ടയത്തെ എക്സ്പീരിയൻസ് വെച്ച് അതേപോലെ വിവിധ മോഡലുകൾ, അത്തരം നിർമ്മാണ രീതികൾ ഉപയോഗിക്കുന്നതിന് നമ്മളിതിനകത്ത് കുറേ ബസ് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വിവിധ ബസ് സ്റ്റാൻഡുകളുടെ പേര് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. മലപ്പുറം ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം പറഞ്ഞാൽ, മലപ്പുറം ബസ് സ്റ്റാൻഡ് പൂർത്തീകരിക്കുന്നതിനും സമീപനം സ്വീകരിക്കും. മലപ്പുറം ബസ് സ്റ്റാൻഡും ഞാനത് മലപ്പുറം ബസ് സ്റ്റാൻഡ് ഈ മോഡലിലല്ല, ആ ബസ് സ്റ്റാൻഡ് പൂർത്തീകരിക്കും. ബാക്കി കാസർഗോഡ് അടക്കമുള്ള ബസ് സ്റ്റാൻഡുകൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. 7 ഡിസ്ട്രിക്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സാർ, അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ഇത് പറയുമ്പോഴാണ് സാർ, ഈ വാർത്തകൾ പലപ്പോഴും ഈ നിയമസഭയിൽ വന്ന് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് കൂടെ അങ്ങ് പറഞ്ഞു പോവാം. സാർ, ഇന്നിപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ഒരു അംഗം ഇവിടെ ഈ ക്ലിഫ് ഹൗസിൽ പണിയുന്ന ഒരു തൊഴുത്തിന് 40 ലക്ഷം രൂപയായി എന്നൊക്കെ പറഞ്ഞൊരു കാര്യമാണ് സാർ. നമുക്ക് ഈ സത്യസന്ധമായ കാര്യങ്ങൾ പറയുക എന്നുള്ള പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് സാർ. അതിനകത്ത് അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ അതിൻ്റെ കണക്ക് എടുത്തു സാർ. അവിടെ ആ അംഗം ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ പശുത്തൊഴുത്തിന് 42 ലക്ഷം രൂപ ചെലവഴിച്ചു എന്നാണ് സാർ. അതിനകത്ത് അവിടെ വലിയൊരു കോമ്പൗണ്ടാണല്ലോ, ക്ലിഫ് ഹൗസും കോമ്പൗണ്ടും എല്ലാം. അതിൻ്റെ ചുറ്റുമതിൽ നിർമ്മിക്കാനും അവിടെ ആകെയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണം. അല്ലാതെ ഈ ഒരു കാലിത്തൊഴുത്ത് 42 ലക്ഷം രൂപയുടെ, കേട്ടാൽ നിങ്ങളുടെ പറച്ചിൽ കേട്ടതൊന്നും AC കാലിത്തൊഴുത്ത് അവിടെ നിർമ്മിച്ചേക്കുന്നത്. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം ഇതെല്ലാം ഒരു ധൂർത്താണ്. ഞാനത് പറഞ്ഞാൽ ശരിയായ കാര്യം, കാട് കാണാതെ മരം കാണരുത്. കാട് കാണാതെ ഭാവിയിൽ വേണ്ടി വരുമ്പോൾ ചെയ്യാം. പക്ഷേ അവിടുത്തെ ചുറ്റുമതിൽ കെട്ടണ്ട, അവിടെ ആണല്ലോ മഞ്ഞക്കല്ലുമായിട്ട് ക്ലിഫ് ഹൗസിനകത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ അതിനകത്ത് കയറ്റി മഞ്ഞക്കല്ല് സ്ഥാപിക്കാൻ വന്ന ഓർമ്മയുണ്ടോ? അപ്പോൾ അവിടെ പോലീസിൻ്റെ ചില സെക്യൂരിറ്റി കാര്യങ്ങൾ പറഞ്ഞൊരു മതിൽ കെട്ടി ആ ചുറ്റുമാണ്. ക്ലിഫ് ഹൗസ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയയാണ്. അവിടെ ഇങ്ങനെയാണ്. അപ്പോൾ നാട്ടുകാരെന്താ വിചാരിക്കുന്നത്? അപ്പോൾ അങ്ങനത്തെ പ്രചരണമൊന്നും പറയാമല്ലോ. ഞാൻ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ആവശ്യമില്ലാത്ത തെറ്റായ പ്രചരണങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ് സാർ. സാർ, സാർ
നമ്മളിപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും എടുത്ത് പറയുന്നില്ല സാർ. ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 1-2 കാര്യങ്ങൾ പുതിയ ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്തൊന്ന് എടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സാർ. സാർ ബജറ്റ് ചർച്ചയ്ക്ക് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മറുപടി പറയുകയായിരുന്നു. നിയമസഭയിൽ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. നമുക്ക് അതിലേക്ക് എത്താം. മറ്റു വാർത്തകൾ നോക്കിയ ശേഷം ബജറ്റിലെ നികുതി വർധനവിനെതിരെ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. എറണാകുളത്ത് യൂത്ത് കോൺഗ്രസ്